ദ സ്പൈസി ടൈലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഞാൻ കയ്പ കൊണ്ടൊരു അച്ചാറാണ്. അതിന് ഞാൻ ഒരു വലിയ കയ്പയാണ് എടുത്തിട്ടുള്ളത്. കയ്പ കൊണ്ടൊരു അച്ചാർ എല്ലാവർക്കും ഇഷ്ടാവും. ഇത് വലിയ കയ്പൊന്നും ഉണ്ടാവില്ല. കയ്പ ആയാലും നല്ല ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. ഈ സ്ക്രാപ്പറിൽ വെച്ചിട്ട് നൈസായിട്ടൊന്ന് അരിയാം. ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്തു, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം. ഞാനൊരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായി ഒന്ന് ഇളക്കുക. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൽ ഞാൻ നല്ലെണ്ണ ഉപയോഗിക്കുന്നില്ല, കാരണം കയ്പയ്ക്കെല്ലാം ഒരു കയ്പുള്ളതുകൊണ്ട് ഇതിൽ ഇത് വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്, സിമ്പിളാണ്. ഇതിൽ എള്ളെണ്ണ ഞാനിതിൽ ഉപയോഗിക്കുന്നില്ല, വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം ഈ കയ്പയുടെ കയ്പും പിന്നെ ഈ എണ്ണയുടെ കയ്പും കൂടി വേണ്ടാന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ നല്ല എണ്ണ ചേർക്കാം എന്നുള്ളത് ചേർക്കുകയും ചെയ്യാം. 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഉപ്പ് പുരട്ടിയിട്ടുള്ള കയ്പ ഒന്ന് വറുത്തെടുക്കണം. ഒന്ന് വറക്കുകയാണ് ചെയ്യുന്നത്. ഇരുമ്പ് ചീഞ്ചട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അപ്പം നന്നായി മുരിഞ്ഞൊക്കെ കിട്ടും. ഈ പരുവത്തിലാവുമ്പം അതൊന്ന് എടുക്കുക, ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പ്രാവശ്യം കൂടി വറുക്കാനുള്ള കയ്പയുണ്ട്, അത് അതിലിട്ടു. ഇതുപോലെ വറുത്തെടുക്കാം. ഇനി ഇതിൻ്റെ കയ്പ് കുറയണമെന്നുണ്ടെങ്കിൽ ഉപ്പ് പുരട്ടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അതൊന്നും ഇങ്ങനെ പിഴിഞ്ഞിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കയ്പ് കുറേ പോവും, അല്ലാതെ കയ്പൊന്നും ഉണ്ടാവില്ല. ഇത് ഞാൻ അങ്ങനെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ്: പച്ചമുളക് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൽ ചേർത്തി കൊടുക്കാം. ഇതേ വെളിച്ചെണ്ണ, ഈ വറുത്ത് കോരിയിട്ടുള്ള അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. അതിന് കൂടെ വെളുത്തുള്ളി കൂടി ചേർത്തി കറിവേപ്പിലയും ചേർത്തി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് വറുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് നന്നായി വഴന്നാൽ മതി. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഞാനിതിൽ ഉലുവ ഇട്ടിട്ടില്ല. കയ്പുള്ളതുകൊണ്ട് ഉലുവ വേണ്ട തോന്നി. കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് ഇതിൽ ഞാൻ ചേർക്കുന്നത്. ഞാൻ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർത്തി കൊടുത്തത്. 1 ടീസ്പൂണാണ്, 1 ടേബിൾ സ്പൂണല്ല. പിന്നെ ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇതിന് ചേർത്തുന്നത്. ഇതിലേക്ക് കയ്പ വറുത്തതും കൂടി ചേർത്താം. കുറച്ചും കൂടി ഉപ്പ് ചേർത്തി കൊടുക്കുക. ഇനി ഇതിലേക്കൊരു സാധനം കൂടി വേണം, അതാണ് വിനീഗറാണ് ഞാൻ ഒഴിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഇതിലൊഴിച്ചിട്ടുള്ളത്. എന്നിട്ടൊന്ന് നന്നായി ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. ഇതുപോലെ ഒരു 4 ദിവസമൊക്കെ കഴിയുമ്പോഴേക്ക് ഒന്ന് സെറ്റാവും, കുറച്ചുകൂടി ഗ്രേവിയൊക്കെ ഉണ്ടാവും. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക, എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും. എന്നാലും നോക്കൂ, ഞാൻ വളരെ കുറച്ചേ ഞാൻ ഇതിലെടുത്തിട്ടുള്ളൂ, 1 കയ്പ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതാണ് കുറച്ചാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു അച്ചാർ കൂടി അടുത്തൊരു ദിവസം ഞാൻ ചെയ്യുന്നുണ്ട്.